ഇതൊരു ഇയോണാണ് കേട്ടോ. ഇയോണിൻ്റെ ഒരു മെയിൻ പ്രോബ്ലമാണ് ഈ ഓയിൽ ലീക്ക്. മിക്ക വണ്ടികളിലും ഉണ്ടാകുന്നൊരു ഓയിൽ ലീക്കാണ്. ഇതാണ്ട് ഈ ക്യാപ്പിൻ്റെ ഇവിടെ നിന്നാണ് ഈ ഓയിൽ ഇങ്ങനെ ലീക്കാകുന്നത്. അതിലുണ്ടാകുന്ന കാരണം ഈ ക്യാപ്പ് ഊരി എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഓറിങ് വരും. ഈ ഓറിങ് വന്നിട്ട് ഇതുപോലെ ഹാർഡായിട്ട് ഇതുപോലെ പൊടിഞ്ഞു പോകും. പുതിയ ഓറിങ് കിട്ടും. അത് മാറിക്കഴിഞ്ഞാൽ ഈ സാധനം സെറ്റാവും. പിന്നെ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടറിനകത്താണ് ഈ ഇത് വരുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ എല്ലാം ഇളക്കിയാലേ നമുക്കിത് മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് പലരുടെ ഉണ്ട്, പലരും ശ്രദ്ധിക്കത്തില്ല ഈ ഒരു ഓയിൽ ലീക്ക്. അപ്പോൾ അത് ഇങ്ങനെ ഒരുപാട് ഓയിൽ പോകുന്നുണ്ട് അതിന് ഇടഭാഗമായതുകൊണ്ട് പലരും ശ്രദ്ധിക്കില്ല. ഒരുവിധപ്പെട്ട എല്ലാ ഇയോണിലും ഈ ഒരു ഓയിൽ ലീക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി നമുക്ക് ഫിറ്റിങ്സ് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ഫിറ്റിങ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓയിൽ ലീക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ നോക്കണം. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സെറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല.